പെട്ട് പോയി കിടക്കുന്നു പണ്ടാറും. വെളുപ്പിനെണീറ്റ് എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പെറുക്കി. അപ്പൊ ഈ അലമ്പുണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം നീ നോക്കിക്കോ. എടാ എന്താണ്ട ഇവിടെ? മുട്ട പിടിക്കാൻ. ഈ ചപ്പിന്റെ ഇടയിലാ? അല്ല, അപ്പുറത്തുനിന്ന്. ആരാമനാ? എന്താടാ ഇവിടെ? മുട്ട പിടിക്കാൻ വന്നേക്കാ. അനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല മുട്ട വാങ്ങാൻ. അല്ല, ഇവിടുത്തെ നല്ല നാടൻ മുട്ട അതാ. യജമാനിൽ വേറെ ഒരിടത്തുമില്ലട നാടൻ. ഇവിടെ തന്നെ വേണോ? കേറിപ്പൂടിയകത്ത്. ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കൊള്ള. മുട്ട കച്ചവടം. മുട്ട തിന്നാമോ? ഇപ്പൊ പോയിക്കോ, എന്നാ എനിക്ക് പുറത്തു വെച്ച് കിട്ടും. എന്റെ പൊന്നിക്ക, ഇതൊക്കെ നിങ്ങളുടെ സംശയമാണ്. ഇക്ക തന്നെ അവളെ കെട്ടിക്കോ. അതിന് ആർക്കും അവിടെ കുഴപ്പം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നാസറേ, ഓ പറഞ്ഞ മനസ്സിലായോ? ഓൻ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന് പോയിന്റ് മനസ്സിലായോ? അവൻ ചവച്ചു തുപ്പി. നേരെ എന്താ കല്യാണം കഴിയുന്നവരെ ഈ വണ്ടി ഓട്ടണ്ട, കാവല് നിൽക്കണം. ശമ്പളം ഞാൻ തരും. ഓൻ ഇവിടെ വരുന്നുണ്ടോന്ന് നോക്കി നീ ഈ വീട്ടിലേ. ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടോ നോക്കി ഞാൻ ആ വീട്ടിലേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നീ അവിടെ. ഇതിനെല്ലാത്തിനും കാരണം ആ ഉമൈര. ഇനിയിപ്പോ സ്കാനിങ് നടത്തണല്ലോ. എന്ത് ചെയ്യൂടാ? ഞാൻ കൂടി വല്ലാത്ത അവസ്ഥയായി. അബി, ഹേമ, നീ ഇതൊന്ന് സൂക്ഷിച്ചേക്കണടാ. കുറച്ച് ഉരുപ്പടി. ഇതെന്തിനാ ഇളയമട്ടെ? വേണ്ട. അതല്ലടാ, ഇതിട്ടിട്ടൊരു ചൊറിച്ചില് പോലെ. നീ ലോക്കറിൽ വെച്ചാ മതി. ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. എന്ത് ചൊറിച്ചില്ല? ഇത് ഇളയമ്മനെ സൂക്ഷിച്ചാ പോരെ? വേണ്ട ഇളയമ. മോനറ്റിൻഡോ, നീ ഇതൊന്ന് സൂക്ഷിക്കേ. നീ തന്നെ ചാടിക്കരി വാങ്ങാൻ പോയേ? അവൾ പറഞ്ഞിടമ്മ കേൾക്കണാവും എന്ന് പറഞ്ഞ കാര്യം നടക്കണ്ടേ? തളർച്ച, മാനസിക പിരിമുറുക്കം, സാമ്പത്തിക പരാധീനതകൾ, മടി, ത്വക്ക് രോഗങ്ങൾ, സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണേറ്, പിശാചുബാധ എന്നിവക്ക് സമീപിക്കുക ബായി കെയർ ഓഫ് ബായി സംരക്ഷണ സമിതി, ജമാഅത്ത് പള്ളിക്ക് സമീപം, പെരുമാനി. ഇവന്മാരുടെ സ്വന്തം പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഈ പെരുമാനിയെ മുടിപ്പിക്കും. ഇങ്ങനെ പോയാൽ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ എൻ്റെ ഉസ്താദേ. ഉസ്താദെ, ഞാൻ ഒരു കാര്യം പറയാം. അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞു നടന്ന പെരുമാനിലെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ പിരിവ് സംഭാവനയും കൊണ്ടാ പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തള്ളി നടത്തിക്കൊണ്ട് പോണത്. ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടേണ്ടി വരും. പെരുമാനിക്ക് ആപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാനി തങ്ങൾ സമ്മതിക്കൂല. പൂട്ടേണ്ട വര തങ്ങൾ തന്നെ പൂട്ടിക്കോളും. പൂട്ടിയില്ലെങ്കിൽ അവന്മാര് ബംഗാളിലോട്ട് കടത്തും. ഒന്നും വിചാരിക്കലേ ഭായി. ആകെ 54 ടോക്കും. പെരുമാനിൽ എന്തെങ്കിലും ഞെട്ടിക്കലറിഞ്ഞ എന്തോ ഒറ്റയടിക്ക് 154. ഇനി നമുക്കേ വീടിന്റെയും കിണറിന്റെ ഒക്കെ സ്ഥാനം നോക്കൽ പരിപാടികളെ പിടിക്കണം. ഇപ്പൊ ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലുണ്ട്. അല്ല, ഇന്ന് ബായ്ക്ക് കാവലിക്കട കാലിയെന്തേ? സുഹൃതൻ യവനെന്താ ഇവിടെ കാര്യം? ഭീകരാ, വാടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എന്ത് കയറി? നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കയറി. തങ്ങളെ
എന്തിനാ? മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട. ബായി എന്തിയെ താഴ്ത്ത് പൂട്ടി. എന്നാ ഇവനെ കാവലെടുത്തിക്കോ. വന്നാട്ടെ. വാ. വേഗം വാടാ. ഇപ്പൊ തീരും. തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണ്ണം പൂശിയൊരു ഡമ്മി ഉണ്ടാക്കാം. സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം. ശ്വാസം കൂടാനുള്ള സമയം തന്നാൽ മതി. ഞാൻ ആരുടെ അളവ് വന്നെടുക്കും. എടാ ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ. ഫാത്തി, നീ ആ അളവൊന്നും എടുത്തരുമോ? നീ എടുക്കടാലോ രാതി, നീ തന്നെ അങ്ങ് എടുക്ക്. എടാ നീക്ക് വാണ്ട് ശരിക്കും നിൽക്കുന്നുണ്ട്. ഓക്കെ, വളഞ്ഞിട്ട് പിടിച്ചാല എന്തോതിനെ ഇടികൊണ്ട് തൂറാനോ? ഈ പെരുമാനിക്കരയിലെ ഏറ്റവും മസുള്ളവനാ സൂതൻ. എന്ത് കയറിക്കോളൂ. പിന്നെ എന്നാത്തിനാ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത്? സൂര്യന്റെ മസിനെ തൂക്കി നോക്കാനാ. നോക്ക്, അവന്റെ വരവ് കണ്ടോ? എന്തായാലും സുഗതം ചെയ്തവനാ. ഇത് ബായിയുടെ ആദ്യത്തെ ഉണ്ടയില്ല വെടിയാണ്. ഉണ്ടേ വെടിയോ? നാളെ പെരുമാനി ഞെട്ടണം. നമ്മുടെ ബായി ഒന്നുകൊണ്ട് വളർപ്പിക്കണം. റംലുവിന്റെ വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം. വിനയത്തോടെ പായി. എന്നാലും എൻ്റെ റംലു. ഭായ് പാചരാക്കണിട്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം. ബഷീറേ, പെരുമാനിയുടെ നാണക്കേട് നടക്കുന്നു. എൻ്റെ ചങ്കണ് തകർന്നുപോയി. എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരി വെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ? എന്ന് പറഞ്ഞ അപ്പോഴത്തെ ആ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ? പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ അതിങ്ങനെ ആടി കളിക്കും. ആ മുജീബേ, ഈ വിഷമിക്കരുത്. നമ്മളെ റംലുവിന്റെ ഞാൻ അറിഞ്ഞു മുക്രി. അതിനിപ്പോ എന്താ, അതോളുടെ ഇഷ്ടല്ലേ. പിന്നെ നിങ്ങൾ കരീംഖാനെ വിളിച്ചൊന്നും പറയണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഏയ്, ഞാനങ്ങനെ ചെയ്യടാ മുജിയെ. എന്നാ ശരിടാ. ഓ, അത് മറന്നുവല്ലോ കുറച്ചോനെ. ബഷീർ, ഇത് വലിയ അന്യായമാണേ. എന്തന്യായം? മലയാളം പോലും അറിയാൻ വയ്യാത്തൊരു വട്ടം ഭായി ദരിദ്രം എന്ന് പറഞ്ഞ മലയാളം എന്തിനാ അറിയുന്നേ? അങ്ങ് കാണിച്ചാ പോരെ. ശരി, എങ്കിൽ എന്താ അങ്ങത്തിലൂടെയാണ് അയാൾ അവിഹിത നടത്ത കാണിച്ചേ? ഇങ്ങനെ ഇക്കാക്ക എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ആർക്കും വിഷമം? എന്തിന്? എന്നാ എണീറ്റേ, ചെന്ന് കുളിച്ചേ. കരീമ ഇങ്ങനെ എടുത്ത് ചാടല്ലേ. സുഹൃതൻ കേറി എന്നുള്ള സത്യ. എന്നാ എന്തിനാ കേറി നമുക്കറിയില്ലോ. ഓലു വല്ല നാട്ടുവർത്താനം പറഞ്ഞ് കുത്തിരുന്നാണെങ്കിലോ? നാട്ടുവർത്താനല്ല, നാട്ടുവർത്താനം. എനിക്ക് അവളെ വേണ്ട. ആ മുജീബിന്റെ കൂടെ ആയിരുന്നു. വെറുതെ അല്ല ആള് കേറി. കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി 2 റൗണ്ട് ഓടിയതാ. ഓന് നല്ല ഉഷിരാ, അതില് സംശയമൊന്നുമില്ല. എന്നാലും എന്തിനാ കേറി എന്നുള്ളത് നമുക്കറിയില്ല കരീമേ. അവന്റെ സുന്നത്ത് കല്യാണത്തിന് എനിക്ക് അവളെ വേണ്ട, ഞാനുള്ള ഒഴിവാക്കാണ്. കരീമേ, അതൊക്കെ വലിയ തെറ്റാട്ടോ. ഈ സമാധാനപ്പെട്, നമുക്ക് ശരിയാക്കാലോ. മുക്രി നിങ്ങൾ വെച്ചോ. ഇത് ചൂടാറാൻ്റെ മുമ്പ് അവളെ വിളിച്ച് എനിക്ക് 2 വർത്താനം പറയണം. എന്റെ പൊന്നു മുക്രി, ഈ നാട്ടുകാര് തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്ന് വിളിക്കണ്ടെന്ന്. എനിക്കെല്ലാം അറിയാമെന്നും. കൂട്ടുകാരന്മാര് പട്ടികള്. അറിഞ്ഞു വെച്ച് എടുക്കാത്ത പട്ടി. എന്തേടാ ഇപ്പൊ വിളിക്കാൻ തോന്നിയേ? ഞാനാ ഫാത്തിയ. നീ ആയിരുന്നോ? എന്തേടി? എവിടെയാ? ഞാനിവിടെ അങ്ങാരിപ്പുറത്ത്. അങ്ങാടിപ്പുറത്താ? അവിടേക്ക് ഇപ്പൊ പോയി?
2-3 ദിവസമായി. നീ കാര്യം പറ. 2-3 ദിവസോ? അപ്പൊ എത്ര കരിമക്കാട് അവിടെ ഇല്ലേ? ഒരു മിനിറ്റ്, കരീംക്ക വിളിക്കണം. എടുത്തില്ലെങ്കിൽ പിന്നെ അലമ്പാക്കും. ഹലോ. പന്ന പാട്ടിച്ചി. ഇങ്ങനെ തല്ലുണ്ടാക്കല്ലടോ. ഉസ്താദ് ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും. കേറിയോ? ഇനി കേറിയെങ്കിൽ എന്തിന്? ഇത് നമുക്ക് റംലുവിനോട് ചോദിച്ചാ പോരെ? പ്രശ്നം തീർന്നില്ലേ? അല്ല, നമുക്ക് ഇവിടുന്ന് ചർച്ച ചെയ്താ പോരെ? താൻ കട പൂട്ടിട്ട് വാടോ. വാടോ. ഒരു മിനിറ്റ്, എന്താ ഉണ്ടായത് ഞാൻ മുഴുവനും പറയാം. കേക്കട്ടെ നിന്റെ ന്യായം. എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. സുഹൃത്തും ചേട്ടന്റെ മസിലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ? പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല, മുജിയായിരുന്നു. കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്തും തടയാം. ഇന്നത് ചിന്തിക്കണമെന്ന് വാശി പിടിക്കാൻ ഒരുത്തനും പറ്റൂല. ഇതിനൊക്കെ ഒറ്റ മാർഗേ കാ, സ്നേഹിക്കാം. മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം. ഞാൻ പറഞ്ഞ ശരിയല്ലേ കാ?